കൊച്ചിയുടെ ഹൃദയത്തിൽ തോപ്പുംപടിയെ ഒരു പുതിയ രുചിലോകം നിങ്ങൾക്കായിതാ ബനാവിൽ. അവിൽ മിൽക്കിൽ ഫ്രഷ്നെസിന്റെയും ക്വാളിറ്റിയുടെയും മറുവാക്ക്. ഓർമ്മകൾ പങ്കുവെക്കാൻ, കൂട്ടുകൂടാൻ, ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം. 80-ൽ പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ. കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിലുണ്ട് കൂടെ. അവിൽ മിൽക്ക് മാത്രമല്ല, കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ഫലൂഡകളും വിവിധ തരം ഷേക്കുകളും. ഇന്ന് തന്നെ വരൂ ബനാവിൽ, PT ജേക്കബ് റോഡ്, തോപ്പുംപടി, കൊച്ചി. ഫലസ്തീനിലേത് സാമ്രാജ്യത്വ അജണ്ടയെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി TA അഹമ്മദ് കബീർ. ഫലസ്തീനിലേത് മതപരമായ വിഷയമല്ലെന്നും സൈനിസ്റ്റുകളുടെ സാമ്രാജ്യത്വ അജണ്ടയാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി TA അഹമ്മദ് കബീർ XMLA രേഖപ്പെടുത്തി. ഫലസ്തീന്റെ പരമാധികാരത്തിനു മേൽ യൂറോപ്യൻ കൈകടത്തുകയാണ്. പക്ഷേ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള മനക്കരുത്ത് ഫലസ്തീൻ ജനതയ്ക്കുണ്ട്. ഇവിടെ നടക്കുന്ന മനുഷ്യക്കുരുതി കാണാൻ കഴിയാതെ പോകരുതെന്നും ഫലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഇസ്രായേലിനെതിരായ പ്രക്ഷോഭങ്ങൾ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. കേവലമായ ഈ വെടിനിർത്തലിൽ താല്പര്യമുള്ളവരല്ല. സ്വതന്ത്രമായൊരു പലസ്തീൻ രാഷ്ട്രം അടിയന്തിരമായി പ്രഖ്യാപിക്കപ്പെടുന്നത് വരെ ഈ സമരം തുടരേണ്ടതുണ്ട്. ഇപ്പോൾ USA മുൻകൈയെടുത്ത് വെടിനിർത്തൽ ഉണ്ടായി എന്ന് പറയുന്നതിന് പിന്നിൽ നടന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ലോകത്തിന്റെ ജനകീയ അഭിപ്രായം അമേരിക്കക്കെതിരായി തിരിഞ്ഞ ഒരു ഘട്ടത്തിലാണ്, ഇസ്രായേലിനെതിരായി തിരിഞ്ഞ ഒരു ഘട്ടത്തിലാണ്. നിർബന്ധിതമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി. അതിന്റെ പിന്നിൽ പോലും ഗൂഢാലോചനയുണ്ട്. ഫലസ്തീനിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരെ മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KM നിലാർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KA മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഇബ്രാഹിം, പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK മൊയ്തു, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ PMA കരീം, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അലി അൾട്ടിമ, STU ജില്ലാ സെക്രട്ടറി KM ജമാൽ, സ്വാതന്ത്ര്യ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് MM അബ്ദുറഹ്മാൻ, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ അബൂബക്കർ ഇട്ടിപ്പാറ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ KH മക്കാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബൂബക്കർ മാങ്കുളം, KM മൈദീൻ എന്നിവർ പ്രസംഗിച്ചു. 4 വർഷം മുമ്പ് 1915 ലണ്ടനിൽ കൂടിയ ഒരു രഹസ്യ യോഗത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. 15-ൽ 16-ൽ ആ കരാർ ഒപ്പിട്ടു, ഫ്രാൻസിൽ വെച്ച്, പാരീസിൽ വെച്ച്. അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാർക്ക് സൈക്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ, ഫ്രാൻസിസ് ജോർജ് പിക്കോട്ട് എന്ന് പറയുന്ന ഫ്രഞ്ചുകാരൻ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.